അതെ, കറി വെച്ച് 2 കഷ്ണം ചിക്കൻ ഇരിപ്പുണ്ടോ എടുക്കാൻ? ഇത് എല്ല് കളഞ്ഞ് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ കറിവേപ്പിലയും മല്ലിയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് അതിലേക്ക് 1 കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അല്പം കായവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇടാൻ മറക്കരുത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതേ സ്പൂൺ വെച്ച് പറ്റില്ലെങ്കിൽ നമുക്ക് കൈ വെച്ച് തന്നെ യോജിപ്പിക്കാം. അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതേ നോക്കിക്കേ, ഇതുപോലെ. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ച് എടുക്കുക. നല്ല ക്രിസ്പി ആയെന്ന് തോന്നുമ്പോൾ ഇതുപോലെ കോരിയെടുക്കാം. നോക്കിക്കേ, അടിപൊളിയല്ലേ? വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് സോസിൻ്റെ കൂടെ ഇങ്ങനെ മുക്കി കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഒരു കട്ടൻ ചായയും പിന്നെ കൂടെ ഒരു മഴയും ഉണ്ടെങ്കിൽ പൊളിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.